നമസ്കാരം, A1 ന്യൂസിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരു കർഷകരാണോ എങ്കിൽ നിർബന്ധമായും ഇത് കാണുക. ചെറുപുഴ കൃഷിഭവനിൽ ഇപ്പോൾ 3 സ്ഥിരം ജീവനക്കാർ മാത്രമാണുള്ളത്. സർക്കാർ നിശ്ചയിക്കുന്ന പദ്ധതികൾ യഥാസമയം കർഷകരിലേക്ക് എത്തിക്കാൻ ആത്മാർത്ഥമായി ജോലി നോക്കുന്ന ഓഫീസർമാരാണെങ്കിലും ഓഫീസിന്റെ ദയനീയാവസ്ഥ ഞങ്ങളെയും വേദനിപ്പിച്ചു. കൃഷി ഓഫീസർമാരായ അഞ്ജു പി, അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ സുരേഷ് കുറ്റൂർ, ഗീത പി എന്നിവർ കർഷകർ ആവശ്യപ്പെടുന്ന പ്രവർത്തനങ്ങൾക്കാണ് മുൻതൂക്കം നൽകുന്നത്. കൂടാതെ സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന കൃഷി സംബന്ധമായ എല്ലാവിധ പ്രവർത്തനങ്ങളും അണുയുടെ വ്യത്യാസമില്ലാതെയാണ് ഈ ജീവനക്കാർ നടപ്പിൽ വരുത്തുന്നത്. കൂടാതെ തനതായിട്ടുള്ള പ്രവർത്തനങ്ങൾ വേറെയും. മറ്റു കൃഷിഭവനുകളിൽ നിരവധി ജീവനക്കാർ സ്ഥിരം തസ്തികകളിൽ ഉണ്ടെങ്കിലും ഇവിടെ 3 സ്ഥിരം ജീവനക്കാർ മാത്രമാണുള്ളത്. പോലീസ് സ്റ്റേഷൻ, മൃഗാശുപത്രി, കൃഷിഭവൻ എന്നീ സ്ഥാപനങ്ങൾ പരിമിതമായ ഒരു പ്രദേശത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 3 സ്ഥാപനങ്ങൾക്കുമായി വാഹനം പാർക്ക് ചെയ്യാൻ അനുവദിച്ച ചെറിയ സ്ഥലത്താണ് നടീൽ വസ്തുക്കൾ പോലും ശേഖരിച്ചു വെക്കുന്നത്. കൃഷി ഓഫീസിൽ വേണ്ടത്ര സൗകര്യം ഇല്ലാതെ അവിടെ എത്തുന്ന കർഷകരും ജീവനക്കാരും ഏറെ ദുരിതവും അനുഭവിക്കുന്നുണ്ട്. നടീൽ വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനും കർഷകർക്ക് ഓഫീസിലെത്തി സൗകര്യപൂർവ്വം കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിനും ജീവനക്കാർക്ക് ആത്മാർത്ഥവും സൗകര്യപൂർവ്വവും ജോലി ചെയ്യുന്നതിനുമുള്ള സാഹചര്യം ചെറുപുഴ പഞ്ചായത്തിന്റെ മേൽനോട്ടിൽ നടപ്പിൽ വരുത്തിയേ തീരൂ. ഏറെ വിസ്തൃതിയേറിയ പ്രദേശമാണ് ഈ കൃഷിഭവന്റെ കീഴിലുള്ളത്. ആയതിനാൽ ഈ കൃഷിഭവനെ ഉന്നതങ്ങളിൽ എത്തിക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്. ഇപ്പോഴിതാ കൃഷിഭവന്റെ വിവിധ പദ്ധതികളെ കുറിച്ച് ഓഫീസർമാർ കർഷകർക്കായി പരിചയപ്പെടുത്തുകയാണ്. കേൾക്കുക. കൃഷി വകുപ്പ് കർഷകർക്ക് വേണ്ടി പലതരത്തിലുള്ള സ്കീംസുകൾ നടപ്പിലാക്കുന്നുണ്ട്. നമ്മുടെ പച്ചക്കറി വികസന പദ്ധതി, പിന്നെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷന്റെ പദ്ധതികൾ, സ്പൈസസ് ഡെവലപ്മെന്റിന്റെ പദ്ധതികൾ, പിന്നെ ആത്മ ലീഡ്സ് പോലുള്ള മറ്റ് പദ്ധതികൾ, അങ്ങനെ പലതരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയും അതുവഴി ആനുകൂല്യങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തൈകള്, വിത്തുകള് പോലുള്ള പലതരം നടീൽ വസ്തുക്കളും ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം ആണെങ്കിലും മിക്ക പദ്ധതികളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പലതരം തൈകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടുത്തെ കർഷകരുടെ ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ തൈകൾ നമ്മൾ ചോദിച്ച് വാങ്ങിച്ച് കർഷകർക്ക് വിതരണം ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ നമ്മളെ കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതികൾക്ക് പുറമേ ആയിട്ട് കർഷകരുടെ ആവശ്യാനുസരണം പലതരം പരിശീലന പരിപാടികൾ നടപ്പിലാക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. അതാണ് ഇന്ന് ഇവിടെ ഒരു കൂൺ കൃഷിയുടെ പരിശീലന പരിപാടി നടപ്പിലാക്കുന്നുണ്ട്. അത് ചെറുപുഴ നായനാർ ഗ്രന്ഥശാലയത്തിന്റെ സംയുക്താഭിമുഖ്യത്തിലാണ്, കൃഷിഭവന്റെയും കൂടി സംയുക്താഭിമുഖ്യത്തിലാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇതൊരു തുടക്കമാണ്. ഇനി ഇത്തരത്തിലുള്ള പരിശീലന പരിപാടികൾ കർഷകരുടെ ആവശ്യാനുസരണം നടപ്പിലാക്കാൻ വേണ്ടി ഒരു ഒപ്പം എന്ന് പറയുന്ന ഒരു പരിശീലന പരമ്പര കൂടി ഇന്ന് ലോഞ്ച് ചെയ്യാണ്. അത് ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് നമ്മുടെ പയ്യന്നൂരിലെ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീമതി രാഖി മേഡാണ്. നമ്മൾ ഈ ചെറുപുഴ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഈ വർഷം പുതുതായി നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ് ഒപ്പം എന്ന് പറയുന്ന പരിശീലന പരമ്പര. ഈ പരിപാടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാധാരണ രീതിയിൽ കൃഷി വകുപ്പിൽ നിന്ന് നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് കൃഷി വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് നമ്മൾ പരിശീലന പരിപാടി നടത്താറുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ കർഷകരുൾപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ കർഷകർ ഇങ്ങോട്ട് നിർദ്ദേശിച്ച ചില പരിശീലന പരിപാടികൾ, അതാണ് നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെയാകുന്ന സമയത്ത് സാധാരണ പരിശീലന പരിപാടികൾ നമ്മൾ ഒരു വിഷയം കൊടുത്ത് അതിൽ കർഷകർ പങ്കെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നമ്മൾ നിർബന്ധപൂർവ്വം നിശ്ചിത കർഷകരെ പങ്കെടുപ്പിക്കുന്നുണ്ടെങ്കിലും അവർക്ക് എത്രത്തോളം താല്പര്യമുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ കർഷകരിൽ നിന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന പരിശീലന പരിപാടിക്ക് കർഷകർക്ക് 100% താല്പര്യമുള്ളതും അത് പ്രത്യേകിച്ച് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് വളരെയധികം ഗുണം ചെയ്യുന്നതുമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കാർഷിക പദ്ധതികൾ മുഴുവൻ ജൈവ കൃഷിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇപ്പോൾ ജൈവ കാർഷിക മിഷൻ അതൊരു ദൗത്യമാണ്. ഈ ജൈവ കൃഷി മുഴുവൻ നമ്മുടെ പഞ്ചായത്തിൽ മുഴുവൻ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി കർഷകരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടുള്ള നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിശീലന പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പരിശീലന പരിപാടി ഇന്ന് ഒരു തുടക്കമാണ്. ഒപ്പം എന്ന് പറയുന്ന ഈ പരിശീലന പരിപാടി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പയ്യന്നൂർ ബ്ലോക്കിന്റെ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറാണ് ശ്രീമതി രാഖി മേഡമാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്ന് നമ്മൾ നടത്തുന്നത് കൂൺ കൃഷിയും അതുപോലെ തന്നെ കൂൺ വിത്ത് വിതരണവുമാണ്. ഈ കൂൺ കൃഷി കർഷകർ ആവശ്യപ്പെട്ടതാണ്. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാന സർക്കാർ ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയിലൂടെ കൂൺ കൃഷി ഇപ്പോൾ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് അടിസ്ഥാനപരമായ കൂൺ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലാ കൃഷിത്തോട്ടം കരിമ്പം കൂൺ വിത്തുകൾ യഥാസമയം ഉൽപ്പാദിപ്പിച്ച് നൽകുന്നുണ്ട്. അപ്പോൾ ഈ കൂൺ കൃഷിയിൽ നമ്മൾ
സന്നദ്ധ സംഘടനകളുമായി സഹകരിച്ചാണ് ഈ ഒപ്പം എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. കാരണം നമ്മുടെ കൃഷി വകുപ്പ് നിർദ്ദേശിക്കുന്ന പരിപാടി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് ഫണ്ട് അനുവദിച്ചു തരും. പക്ഷെ കർഷകർ ഇങ്ങോട്ട് നിർദ്ദേശിക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഉള്ള സ്ഥലം, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ ബുക്ക്ലെറ്റ്, പെൻ ഇതെല്ലാം നൽകുന്നതിന് വേണ്ടിയുള്ള ചെറിയ തുക ആവശ്യമാണ്. അപ്പോൾ അത് സന്നദ്ധ സംഘടനകളുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന സമയത്ത് നമുക്ക് അത് വളരെ സജീവമായി നടപ്പിലാക്കാൻ സാധിക്കും. ഈ കൃഷി പരിശീലനം ഇന്ന് ആദ്യമായി നമ്മൾ നടപ്പിലാക്കുന്നത് ചെറുപുഴയിലുള്ള നായനാർ സ്മാരക വായനശാലയുമായി കൈകോർത്തുകൊണ്ടാണ്. അപ്പോൾ ഈ പരിശീലന പരിപാടിയെ തുടർന്ന് നമ്മുടെ ഗ്രൂപ്പുകളിലൂടെയും മറ്റ് കർഷകരിൽ നിന്നും അഭിപ്രായങ്ങൾ ആരാഞ്ഞുകൊണ്ട് അവരിങ്ങോട്ട് നിർദ്ദേശിക്കുന്ന എല്ലാ പരിശീലന പരിപാടിയും പ്രതിമാസം നടപ്പിലാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് കർഷകരുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ നമ്മുടെ ചെറുപുഴയിലുള്ള സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തുനിന്നും എല്ലാവിധത്തിലുള്ള സഹകരണം ഉണ്ടാവണമെന്നും നമ്മളോട് നിർദ്ദേശിക്കുന്നതനുസരിച്ച് കൃഷിഭവന്റെ ഭാഗത്തുനിന്ന് കർഷകർക്ക് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടാകുമെന്നും പറയുക. ചെറുപുഴ കൃഷിഭവന്റെ മറ്റെല്ലാ പദ്ധതികളോടൊപ്പം തന്നെ നമ്മുടെ കൃഷിക്കാരുടെ ആവശ്യങ്ങൾ ആ സമയത്ത് തന്നെ നിറവേറ്റുന്നതിന് വേണ്ടി നമ്മളൊരു പരിശീലന പരിപാടി ആരംഭിക്കുകയാണ് ഒപ്പം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ പരിശീലന പരിപാടി തുടങ്ങുന്നു. ഇത് നമ്മൾ എല്ലാ മാസവും പ്രതിമാസ പരിപാടി എന്ന നിലയിൽ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. വളരെ ദൂരത്തുള്ള കർഷകർ, അതായത് താബോർ, ജോസ്ഗിരി പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും കർഷകർ ഇവിടെ എത്തുമ്പോൾ നമ്മൾക്ക് ആവശ്യമായ എല്ലാ സഹകരണങ്ങളും കൃഷിഭവൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒരു കർഷകൻ ഒരു പ്രാവശ്യം കൃഷിഭവനിൽ വന്നു കഴിഞ്ഞാൽ അവരെ രണ്ടാമത് ആ ആവശ്യത്തിന് നടത്താതെ വിധത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ടീമായിട്ടാണ് കൃഷിഭവൻ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചോളൂ. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫാർമസി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. ഫോൺ 9400 062 912.